വെടിക്കെട്ട് അപകടങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഏതായാലും ഇതാദ്യമായല്ല ഇത്തരത്തിൽ കേരളത്തിൽ വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനു മുൻപും സമാനമായ പല അപകടങ്ങളുണ്ടായിരുന്നു. വലിയ മരണസംഖ്യയുണ്ടായ അപകടങ്ങളുണ്ടായിരുന്നു. അന്നൊന്നും പാഠം പഠിച്ചില്ലേ എന്ന് ചോദിച്ചാൽ ഒരു ഭാഗത്ത് വെടിക്കെട്ട് പ്രേമികളുണ്ട്, പൂരപ്രേമികളുണ്ട്, ആനപ്രേമികളുണ്ട്. അപകട സാധ്യത കണ്ടുകൊണ്ടും അതിൽ നിന്ന് വരുമാനം ലഭിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അത് അവരുടെ തൊഴിൽ മാർഗം കൂടിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആളുകളും മനുഷ്യന്മാരും ഇടപെടലുകളും ഉണ്ടാകുമ്പോഴും വെടിക്കെട്ട് അപകടങ്ങൾ തുടർക്കഥയാകുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യമായി തന്നെ കാണേണ്ടത്. ഇതുപോലുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കിക്കൂടെ എന്നുള്ള ചർച്ചകളാകട്ടെ ഇനി മുന്നോട്ട് വരാനിരിക്കുന്നതും. ഏതായാലും മുൻപ് നടന്ന വെടിക്കെട്ട് അപകടങ്ങൾ ഏറ്റവും വലിയ കേരളം കണ്ട മറ്റ് ചില വെടിക്കെട്ട് അപകടങ്ങളുടെ ചരിത്രത്തിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു വെടിക്കെട്ട് അപകടം നടന്നത് ഏറ്റവും ആദ്യം 1952 അന്ന് ശബരിമലയിലായിരുന്നു ആ വലിയ വെടിക്കെട്ട് അപകടമുണ്ടാകുന്നത്. കരിമരുന്ന് സ്ഫോടനത്തിൽ അന്ന് കൊല്ലപ്പെട്ടത്, മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് 68 ജീവനുകളാണ്. ശേഷം വന്നു കഴിഞ്ഞാൽ 1978 നടന്ന തൃശ്ശൂർ പൂരത്തിനിടെ നടന്ന, അതായത് കുഴിയമിട്ട് ലക്ഷ്യം തെറ്റി ആളുകൾക്കിടയിൽ, പൂരം എന്ന് നമുക്കറിയാലോ, പൂരം ഏത് രീതിയിലാണ്, എത്രത്തോളം ആളുകളാണ് തൃശ്ശൂർ പൂരം കാണാൻ എത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ആളുകൾ കാണാനെത്തിയ ആളുകൾക്കിടയിലേക്കായിരുന്നു അന്ന് ആ കുഴിയമിട്ട് ലക്ഷ്യം തെറ്റി ആളുകൾക്കിടയിലേക്ക് പതിച്ചത്. അന്ന് ആ വെടിക്കെട്ട് അപകടത്തിലുണ്ടായ മരണസംഖ്യ എന്ന് പറയുന്നത് 8 ജീവനുകളാണ് അന്ന് അപകടത്തിൽ പൊലിഞ്ഞത്. പിന്നീട് കേരളം മറന്നുപോയിട്ടില്ലാത്ത ഒരു വെടിക്കെട്ട് അപകടമാണ് 1984 തൃശ്ശൂർ കണ്ടശംകടവ് പള്ളിപ്പെരുന്നാളിനിടെ നടന്ന വെടിക്കെട്ട് അപകടം എന്ന് പറയുന്നത്. അന്ന് 20 മരണമായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ അപകടങ്ങളിലൊക്കെ പെട്ട മനുഷ്യന്മാരുടെ പൊള്ളലുകളും നീറ്റലുകളും വേദനകളും ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. ആ വീടുകളിലായാലും ആ കുടുംബങ്ങളിലായാലും ആ സങ്കടങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വെടിക്കെട്ട് അപകടങ്ങൾ തുടർക്കഥയാകുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു അപകടം നമ്മൾ മറന്നുപോയിട്ടില്ല. 1987 അതും തൃശ്ശൂരിൽ തന്നെയായിരുന്നു. വേലൂരിൽ വെള്ളാട്ടഞ്ചൂരിൽ കുട്ടനുമൂലി ക്ഷേത്രത്തിൽ അന്ന് 20 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 20 പേർ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന വലിയൊരു വെടിക്കെട്ട് അപകടം തന്നെയായിരുന്നു തൃശ്ശൂരിൽ. തൃശ്ശൂരുകാരെ സംബന്ധിച്ച്, അല്ലെ തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് എല്ലാ ഏപ്രിലുകളിലും കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നു എന്നുള്ളതാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു പൂരം കഴിഞ്ഞ് അടുത്തൊരു പൂരം വരെയുള്ള ഒരു വർഷക്കാലം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പൂരങ്ങളും ചെറിയ ചെറിയ വെടിക്കെട്ടുകളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ രീതിയിൽ വെടിക്കോപ്പ് കൂട്ടുക എന്ന് പറയുന്നത് ആ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ പണിയാണ്. ഏകദേശം ഒരു വർഷത്തെ കാലയളവ് സമയം എടുത്തുകൊണ്ടാണ് അടുത്തൊരു പൂരത്തിനായി, അടുത്തൊരു വെടിക്കെട്ടിനായുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അതിനു മുൻപാകെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിക്കാനുള്ള കാരണം. ചെറിയ ചെറിയ മുന്നൊരുക്കങ്ങളല്ല. ഇപ്പോൾ നടന്ന വെടിക്കെട്ടിൽ തന്നെ സാമ്പിൾ പൂരത്തിനുള്ളതും പിന്നെ ഒറിജിനൽ പൂരത്തിന് കത്തിക്കേണ്ടതുമായിട്ടുള്ള വെടിക്കോപ്പുകളായിരുന്നു ആ 8 വെടിപ്പുരയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയേറെ വലിയൊരു അപകടമുണ്ടായത്. ഏകദേശം 2.5 മണിക്കൂർ ആ സ്ഫോടനങ്ങൾ നീണ്ടു നിന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയേറെ വെടിക്കോപ്പുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പൊട്ടിത്തെറിക്കാനെടുത്ത സമയമാണ് ഈ 2.5 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വെടിക്കെട്ട് അപകടം നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1988 അത് തൃപ്പൂണിത്തുറയിലാണ്. എറണാകുളത്ത് വെടിമരുന്ന് പുരയ്ക്കാണ് അന്ന് തീപിടിച്ചത്. അതിൽ മരണസംഖ്യ 10. 1989 തൃശ്ശൂർ കണ്ടശംകടവ് പള്ളിയിൽ അപകടമുണ്ടായിരുന്നു. അന്ന് മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 12. 1990 കൊല്ലത്ത് മലനട പെരുവിരുത്തി ക്ഷേത്രത്തിൽ ഇതുപോലെ സമാനമായ വെടിക്കെട്ട് അപകടമുണ്ടാകുന്നു. അന്ന് കൊല്ലപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് 26. അങ്ങനെ നമ്മൾക്കിടയിലുള്ള മനുഷ്യന്മാർ, വെടിക്കെട്ട് അപകടത്തിൽ മാഞ്ഞുപോയ മനുഷ്യന്മാരുടെ കണക്ക് കൂടെയാണ് ഈ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. 2006 വന്നാൽ 2006 തൃശ്ശൂർ പൂരത്തിന് തയ്യാറാക്കിയ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിടത്ത് പൊട്ടിത്തെറി ഉണ്ടാകുന്നു. മരണം 7. ഏകദേശം സമാനമായ അപകടം ഇന്നലെ സംഭവിച്ചതിന് സമാനമായ അപകടം, അതും തൃശ്ശൂർ പൂരത്തിനായിട്ടുള്ള വെടിക്കോപ്പുകൾ ശേഖരിച്ച സ്ഥലത്താണ് ഈ അപകടം 2006 ഉണ്ടായിരുന്നത്. 2011 ഷൊർണൂർ ത്രാങ്ങാലിയിൽ വെടിക്കെട്ട് പുരയ്ക്ക് തീപിടിച്ചു. മരണം 13. ഈ വെടിക്കെട്ടുണ്ടാകുന്നതും ഈ പൂരങ്ങൾ ഉണ്ടാകുന്നതും അത്തരത്തിലുള്ള സമയങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ ഉത്സവങ്ങൾ നടക്കുന്നതെന്ന് പറയുന്നത് വേനൽക്കാലമാണ്. ചൂടുകൂടിയ അവസ്ഥയാണ്. ആ ചൂടുകൂടിയ അവസ്ഥയിൽ
അവസ്ഥയിലേക്ക് വെടിമരുന്നുകൾ കൂടിയെന്നു എന്തെങ്കിലും ചെറിയൊരു സ്പാർക്ക് മതി വലിയ അപകടമായി തീരാൻ. ഇന്നലെയും ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു സ്പാർക്ക് തീപ്പൊരി ഉണ്ടായതാകാം, പരസ്പരം ഈ വെടിമരുന്ന് കോപ്പുകൾ ഉരസി തീപ്പൊരി ഉണ്ടായതാകാം എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലാണ് എത്തുന്നത്. ചൂട് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ ചൂട് സമയത്താണ് ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും ഒരു വസ്തുതയാണ്, പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. 2013 പാലക്കാട് പന്നിയംകുരിശിൽ കുളങ്കുന്നം പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറിയുണ്ടായി, മരണസംഖ്യ 6. ഇത് കേരളത്തിൽ മാത്രം സംഭവിച്ച വെടിക്കെട്ട് അപകടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെടിക്കെട്ട് അപകടങ്ങളുടെ കണക്ക് മാത്രമാണ് ഇതിലുള്ളത്. ഇതിനപ്പുറത്തേക്കും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മനുഷ്യന്മാർ മരിച്ചു പോയിട്ടുണ്ട്. 2016 ഏപ്രിൽ 10 പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നമ്മൾ ആരും മറന്നു പോയിട്ടില്ല. ഏകദേശം 20 കൊല്ലത്തിനിപ്പുറത്തേക്ക് ഇതാ ഇപ്പോൾ തൃശ്ശൂരിൽ വലിയൊരു അപകടമുണ്ടാകുന്നു. അന്ന് പുറ്റിങ്ങലുണ്ടായ അപകടത്തിൽ 110 പേർക്കാണ് മരണം സംഭവിച്ചത്. പൊടുന്നനെയുണ്ടായ ഒരു അപകടമായിരുന്നു. ആ ഓർമ്മകൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഉണ്ടായ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ട മലപ്പുറം സ്വദേശി എടയൂർ സ്വദേശി സുബ്രഹ്മണ്യൻ അന്നത്തെ ഈ പുറ്റിങ്ങൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വെടിക്കെട്ട് അപകടങ്ങൾ തുടർക്കഥയാകുന്നു എന്നുള്ളതാണ്. 2016 ഏപ്രിൽ 10 സംഭവിച്ച അപകടത്തിൻ്റെ സമാനമായ ഒരു അപകടമാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലും ഉണ്ടായത്. ഈ വെടിക്കെട്ട് അപകടങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ തുടർക്കഥയാകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെടിക്കെട്ട് കൊണ്ട് മാത്രം നടത്തുന്നതാണോ ഈ ഉത്സവത്തിൻ്റെ പൊലിമ വെടിക്കെട്ടില്ലെങ്കിലും ഉണ്ടാകില്ലേ? അത് ആനപ്രേമികൾക്കും വെടിക്കെട്ട് പ്രേമികളും പൂരപ്രേമികളും ഒക്കെ ചർച്ചയാക്കേണ്ട കാര്യം തന്നെയാണ്. മനുഷ്യന്മാരുടെ ജീവിതമാണല്ലോ വലുത്.